അപ്പം എനിക്ക് ഇവിടെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പറഞ്ഞ അനുസരിച്ച് വെച്ചിട്ട് ഞാൻ ഒരു ഫിഷ് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും അവരവരുടെ രീതികളിലൊക്കെ ചെയ്യുന്നുണ്ടാവും, അറിയാവുന്നതുമായിരിക്കും. എന്നാലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യുക. ഏകദേശം ശരിയും പോരാത്തൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തരും. പോരാത്തൊക്കെ വന്നോ? വെള്ളമൊക്കെ ഉണ്ടോടാ? വെള്ളം പിന്നെ ചേച്ചിക്ക് വെള്ളം തരാം. ഒരു കട്ടിംഗ് ബോർഡ് തരാം. ഓയിലോട് അപ്പം ഞാനിവിടെ ഓൾറെഡി പറഞ്ഞ അനുസരിച്ച് ഇപ്പം ഇവിടെ ഫിഷ് നെമ്മീൻ അല്ലേ, നെമ്മീൻ ഇച്ചിരി ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ചാണ്. അപ്പം നമുക്ക് ഈ ഫിഷ് നമ്മൾ ഓൾറെഡി ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഫിഷ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിന് വേണ്ട അല്പം കൈയൊക്കെ ഉപയോഗിക്കുകയാണേ. ഇച്ചിരി സവാള ചെറിയായിട്ട് കുരുകുരാന്നരിഞ്ഞ സവാള നമുക്ക് വേണ്ട. അത് വേണ്ട, അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഓയിൽ ഇടുമ്പോഴത്തേക്ക് അതങ്ങ് കറക്റ്റായി. ഇതിന് ഏകദേശം ഒരു ചേരും. ഇതിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരല്പം മല്ലിയില ഇടാം. ഇതിനകത്ത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ എന്താ മറ്റേ സ്പ്രിംഗ് അണിയൻ അതിടാം, സെലറി ഇടാം. മല്ലിയില ഇടുമ്പോൾ ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് വരും. എന്നാൽ നമ്മൾ അതിന് ഇച്ചിരി ഒരു ചൈനീസ് ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഇച്ചിരി സോയ സോസും വേണം. ഞങ്ങൾ തരും. ഉപ്പ് പിന്നെ വേണം. അല്ല, ഞാനൊരു നുള്ളു ഉപ്പ് ഓൾറെഡി ഇതിന് ഇട്ടേക്കുന്നുണ്ട്. ഇച്ചിരി പേടിച്ചിട്ട് മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉണ്ട്, അതുകൊണ്ട് വളരെ കുറച്ചുണ്ട്. ഞാൻ ഇച്ചിരി മൈദ ഇതിനൊരു പിടുത്തം കൊടുക്കാനായിട്ടാണ്. മൈദ അല്ലേല് മൈദ വേണമെങ്കിൽ ഇച്ചിരി മൈദയും ഇച്ചിരി കോൺഫ്ലവറും, അതല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി റവ ഇടാം. പറഞ്ഞ് മനസ്സിലായി. പക്ഷെ ഒരു തനി നാടൻ ടേസ്റ്റിലോട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇത് ആക്ച്വലി ഒരു നാടൻ ഒരു ടേസ്റ്റിലേക്ക് വരും ഏകദേശം. ഞങ്ങളുടെ മല്ലിയില ഇട്ടോണ്ടായിരിക്കും. സ്പ്രിംഗ് ഓണിയന് മറ്റേ വാങ്ങിക്കാൻ മറന്നുപോയി. അതുള്ള നേരം പറയാലോ. ഒരു മുട്ട, ഇച്ചിരി ബട്ടർ ഇട്ട് തരാമോ? വേഗനായി വരുമെന്ന് ഞാൻ പിന്നെ മതിയോ? അത് ഇച്ചിരി വേണോ? മതി. ഇത് ആക്ച്വലി ചീസ് ടോസ്റ്റ് എന്നാണ് ഞാൻ വേറെ ഒരു ഇതായിട്ട് ഡിഷായിട്ട് ചെയ്യാറുണ്ട്. ചീസ് ഇടും. ചീസ് ഇട്ടിട്ട് സ്പ്രിംഗ് അണിയൻ ഇതൊക്കെ വെച്ച് ആക്ച്വലി ഒരു ഫോറിൻ ഡിഷിന്റെ ടേസ്റ്റ്. നീ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? അത് ഇച്ചിരി ഒഴിച്ചു തരാം. എന്നിട്ട് ഉപ്പൊന്ന് നോക്കണേ. ഉപ്പ് മതിയോ നോക്കണം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒഴിക്കട്ടെ. മതി. ഇനി ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ. ടൊമാറ്റോ സോസ് കൂട്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ചെറിയൊരു ടൊമാറ്റോ സോസ് ഇടും. ഇടാം. ഞാൻ ഇട്ടാ തെറ്റും. ഞാൻ പറയേണ്ട കാര്യമില്ല. അവിടെ നിൽക്കുന്നത് മതി. അത് ആരും മതി എന്ന് പറഞ്ഞാൽ കേട്ടായിരുന്നോ? അപ്പൊ ആരാണ് ചെറിയ പരിചയം? നമുക്ക് ഇച്ചിരി പെപ്പർ പൗഡർ ഇടാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. സോയ സോസിന് ഉപ്പുള്ളതുകൊണ്ട് പിന്നെ കൂടുതൽ ചേർക്കേണ്ട കാര്യമില്ല. ബട്ടറിന് ഉപ്പുണ്ട്. അല്ലേ, ഞാൻ എടുത്തോണ്ട് വരട്ടെ. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യാം. ഇത് ഇച്ചിരി ഒരു ദിവസമൊക്കെ പഴക്കമുള്ള ബ്രെഡ് എടുക്കുന്നതായിരുന്നു നല്ലതേ. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഒന്ന് കട്ടിയായിട്ടിരിക്കാനായിട്ട്. കുരുമുളക് ഇടട്ടെ അതിലോട്ട്? കുരുമുളക് സത്യത്തിൽ അത് നല്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇടാം കേട്ടോ ഇതിനകത്ത്. ഇതൊരു സ്നാക്ക് ആണേ ശരിക്കും. നമുക്ക് പാൻ മോശമാണെങ്കിൽ ഒന്ന് പറയല്ലേ എന്നെ. എന്തായാലും ഞാനും സെർവാണ് കഴിക്കാൻ പോകുന്നത്. എണ്ണ ഒഴിക്കണം. ഞാനിപ്പോ വേണ്ടേ ഇത് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണേ. നിറച്ച് വേണോ ചേച്ചി? ഷാലോ ഫ്രൈ? അല്ല, ഷാലോ ഫ്രൈ അല്ല. ആക്ച്വലി ഒരു കുഴിയൻ ഇതാണെങ്കിൽ ഒന്നുകൂടെ സൗകര്യമായിരുന്നു. ഓക്കെ, ഇതൊന്ന് മുങ്ങിക്കിടന്നാൽ നന്നായിരിക്കും കേട്ടോ. പെട്ടെന്ന് പറഞ്ഞോണ്ടേ പാവം ആനി എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. ചേച്ചി അങ്ങനെ ചെയ്തെങ്കിലും അങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ,
എനിക്ക് ഈ ചൂട് ഇച്ചിരി പേടിയുള്ള ആളാണ്. ഇതാണോ പരുവം? അല്ല, ദളിതാ പരുവം ഇതൊക്കെ. അപ്പൊ ഇത് കുറച്ചുകൂടെ അത് ഇച്ചിരി മൂത്താലും നല്ലതാ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഇടാൻ പോകണ്ട. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പ്രഷർ പിന്നെ ഇനിയിപ്പോ ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഇത് പല പരുവത്തിന്, അപ്പൊ നമുക്ക് അറിയാലോ ഏതാ കറക്റ്റ് ചെറിയൊരു ബ്രൗണിഷ് കളർ. അതായത് നമ്മൾ കട്ട്ലേറ്റ് വറുത്തെടുക്കുന്ന കൂട്ട്. എന്നിട്ട് ഒരു സ്ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടോ? അത് എല്ലാവർക്കും ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ടാണല്ലേ ഈ എല്ലാവർക്കും സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ബൗളിൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ്. ജസ്റ്റ് ഒരു ഇച്ചിരി. ഇത് ചൂടോടെ തന്നെ കഴിക്കണേ സ്നാക്ക്. നല്ല ടേസ്റ്റ്. വെച്ച് കഴിഞ്ഞാൽ കൊളത്തയില് ഇരിക്കരുത്. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോ പറയത്തില്ല, എന്റെ പിള്ളേർ തന്നെ ഇനി വല്ലതൊക്കെ പറയും. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നു, എന്നിട്ട് അമ്മ ആണ് ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കി തന്നില്ല. അവര് വല്ലതൊക്കെ അന്നേരം അമ്മ പറയും, മോനെ അപ്പൻ പോലും ഇപ്പോഴാ അറിഞ്ഞടാ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചോ നോക്കാം. എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കാം. അതെ അതെ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് കഴിക്കും. ചുമ്മാ ഭംഗിയാക്ക്. ഞാൻ കഴിക്കുന്ന പറയാൻ പറ്റത്തില്ല. ഞാനൊരു കറക്റ്റ് കാര്യം പറയട്ടെ. നമ്മളൊക്കെ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോ അമ്മമാർ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രെഡിനകത്ത് വെച്ച് ആ ഒരു നൊസ്റ്റ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും നമ്മൾ എല്ലാവർക്കും ഉപ്പ്, പിന്നെ ചേച്ചി പറഞ്ഞാൽ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടിയവർക്ക് അത് പ്രിഫർ ചെയ്യാം. അത് പച്ചമുളകോ കുരുമുളകോ ഏതാന്ന് വെച്ചാൽ അത് ഞാൻ ഇത്രയും ഓണേഡ് ആണ്. കാരണം എനിക്ക് ചെയ്യാൻ തരാൻ പറ്റില്ല. ഒരു വലിയ കുക്കല്ലയോ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ല, ഇവരുടെയൊക്കെ പുറകിൽ ഞാൻ ഇത്രേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് പറഞ്ഞ ഓർഡർ ഇത്രയും വലിയ സാധനമൊക്കെ ഉണ്ടാക്കിയില്ലേ. പക്ഷെ എനിക്ക് ചേച്ചി ഇപ്പോഴും സിഗ്നേച്ചർ ഡിഷ് അവിടുത്തത് ശരിക്കും ഫിഷ് മോളി, താറാവ്, ഇത് തന്നെ. പുതിയ ഐറ്റംസ് എന്നതേലും നമ്മുടെ മുട്ട റോസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ നാടൻ മെയിൻ താറാവ് കൽപ്പാടി താറാവ് എന്നുള്ളതാണ്. ഞങ്ങൾ ഇങ്ങനെ ടൂറിന് പോയപ്പോൾ സമയത്ത് ഞാൻ ഇച്ചിരി ഞാൻ ഫിഷ് പിക്കിള് ചെയ്ത് കൊടുക്കാറുണ്ട്. ടു ദി ഓർഡർ. ആൾക്ക് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കും. ആൾക്കാർ ഗൾഫിൽ പോകുന്നവർക്കും ഓരോരുത്തർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ചക്ക വഴട്ടിയത്. അതും സ്റ്റോക്ക് ഉണ്ടോ? എന്നാ പിന്നെ ഇവരുടെ അടുക്കളയിലും വീട്ടിലും ഒന്ന് കയറിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. പക്ഷെ എന്തായാലും നിങ്ങളുടെ അടുക്കളയിൽ വരുന്നതിന് മുമ്പ് എന്റെ അടുക്കളയിൽ വന്നതിൽ ഐ എം സോ ഹാപ്പി. എനിവേ താങ്ക് യു വെരി മച്ച് സർ. ഒത്തിരി നല്ല മൂമെന്റ് ആ സാർ എനിക്ക് തന്നെ. ചേച്ചി ഞാൻ അടുക്കളയിലേക്ക് വരുന്നതായിരിക്കും, വീട്ടിലേക്കും വരുന്നതായിരിക്കും. വിളിച്ചു പറഞ്ഞിട്ട് വരാം അല്ലേ? കാരണം വിളിച്ചു പറയണം. ഞാൻ അങ്ങോട്ട് ഇല്ലാത്ത പ്രശ്നമുള്ളൂ. ചേച്ചി ഉള്ളപ്പോഴേ ഞാൻ വരുവുള്ളൂ. എന്നിട്ട് ഞാൻ അവിടുത്തെ മാക്സിമം റെസിപ്പീസ് പഠിച്ചെടുത്തോന്ന് എന്റെ പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Annie's Kitchen. Let's cook with